പീതാംബരം ഗരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജങ്കരുണാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്താൻ ഓർമ്മിപ്പിക്കുന്നു. പ്രിയരെ, ശ്രീമദ് ഭാഗവതത്തിൽ പ്രഹ്ലാദ ചരിതമാണ് നമ്മൾ ഒരുവിധം അങ്ങോട്ട് അവസാനിപ്പിച്ചത്. സപ്തമസ്കന്ധത്തിൽ അതേ അധ്യായത്തിൽ 10ാമത്തെ അധ്യായമാണ് പ്രഹ്ലാദ ചരിതം കഴിയണത്. അതേ അധ്യായത്തിൽ അവസാനം കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ട് മറ്റൊരു ചെറിയ കഥ അവിടെ കൊടുക്കുന്നുണ്ട്. ത്രിപുര ദഹനം എന്ന് പറഞ്ഞിട്ടുള്ള കഥയാണത്. അതായത് ബ്രഹ്മാവിനെ ഭഗവാൻ ഇവിടെ ശരിക്കും രക്ഷിച്ചു. പ്രഹ്ലാദനെ രക്ഷിക്കുകയല്ല, പ്രഹ്ലാദനെ രക്ഷിച്ചുവെങ്കിലും ബ്രഹ്മാവിനും കൂടി ഒരു രക്ഷ കൊടുത്തിട്ടുണ്ട്. കാരണം കൊടുത്ത വരങ്ങളൊക്കെ സത്യമാക്കും ചെയ്യണം. എന്നാൽ ഹിരണ്യകശിപുവിനെ വധിക്കും വേണം. അപ്പോൾ ബ്രഹ്മാവിനും കൂടി ഒരു രക്ഷയില്ലേ ഉണ്ടായി. അപ്പോൾ ആ ബ്രഹ്മാവിനെ മാത്രമല്ല കേട്ടോ, ഈ വിഷ്ണു ആപത്തിൽപ്പെടുമ്പോൾ ചിലപ്പോൾ ശിവനെ രക്ഷിക്കലുണ്ട്. അങ്ങനെ ഒരു കഥ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കഥ എനിക്ക് കേൾക്കണം. ത്രിപുര ദഹനം എന്ന് പറഞ്ഞിട്ടുള്ള കഥ. പണ്ട് ത്രിപുരന്മാരെ കൊല്ലുക, അവിടെ വലിയ ഭക്തന്മാരാണ് വാസ്തവത്തിൽ, ശിവഭക്തന്മാർ. അപ്പോൾ ശിവന് കൊല്ലാൻ വയ്യല്ലോ. എന്നാൽ എങ്ങനെ ശിവനെ കൊണ്ട് കൊല്ലിക്കാമെന്ന് കഥയൊക്കെ വിസ്തരിച്ചിട്ട് പല ദിക്കിൽ കുറച്ച് വിസ്തരിച്ചിട്ട് വേറെയൊക്കെ പറയും. പിന്നെ ശരിക്കും ഈ താരകാസുരൻ്റെ മക്കളായിരുന്നു ഈ ത്രിപുര അസുരന്മാർ എന്നാണ്. അവരുടെ പേര് താരകാക്ഷൻ, കമലാക്ഷൻ, വിദ്യുമാലി. 3 പേരാ പറയുക. താരകാക്ഷൻ, കമലാക്ഷൻ, വിദ്യുമാലി. ഈ ശിവനെ ഭജിച്ചു. ഇവന് സന്തോഷമായില്ലോ, വരം കൊടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ശിവായ ചൊല്ലിയ അവിടെ സന്തോഷിച്ചു. ആശുദോഷനാണ്. ഒരു വരമൊന്നും വേണമെന്ന് ചോദിച്ചൊന്നുമില്ല. അത് നിങ്ങൾക്ക് എന്നാലും ഞാനൊരു വരം തരാം, 3 വിമാനം നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് സ്വർണം കൊണ്ടും ഇരുമ്പ് കൊണ്ടും വെള്ളി കൊണ്ടും ഉള്ള വിമാനം. ഇന്നിപ്പോൾ അതൊന്നും ഇല്ല. അതിൽ ഏവിയേഷന് പറ്റിയിട്ടുള്ള എന്തോ മെറ്റലോ അലുമിനിയം കൊണ്ടോ എന്നല്ലാണ്ട് ഈ സ്വർണം കൊണ്ടുള്ള വിമാനം ഇപ്പം അത് ഉണ്ടാവുക കുറേ കാലം കഴിഞ്ഞാൽ നിശ്ചയില്ല. വിമാനം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രാവർത്തികമായി. അപ്പോൾ ഇതും കുറഞ്ഞാൽ ആയിക്കൂടാന്നൊന്നും പറയുകയില്ല. അതിന് ചില വെയിറ്റിൻ്റെ കണക്കൊക്കെ ഉണ്ട്. ആ ലോഹം മാത്രമേ അതിന് പറ്റുള്ളൂ. സ്വർണ്ണം ഇരുമ്പ് കൊണ്ടൊക്കെ ഒരു വിമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പറ്റുമോ? എന്തായാലും ഇത് അനുഗ്രഹിച്ചിട്ട് ഇവർക്ക് കൊടുത്തു. ഇപ്പം ഈ ദുഷ്ടന്മാരുടെ കയ്യിൽ എന്ത് കിട്ടിയാലും അതുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കാനേ നോക്കുള്ളൂ. ഒരു സജ്ജനത്തിൻ്റെ കയ്യിൽ കിട്ടിയാൽ അതുകൊണ്ട് എന്ത് ഉപകാരം ചെയ്യാൻ പറ്റുക എന്നാണല്ലോ നല്ല സജ്ജനങ്ങൾ ചിന്തിക്കുക. ഒരു ബസ് അണച്ചാൽ അത് ആൾ ഓടി വരുമ്പോൾ നിർത്താണ്ട് ഓടിക്കുക, സമയത്തിന് ഓടാതിരിക്കുക. ഇങ്ങനെ അതുകൊണ്ട് ഉപദ്രവം ചെയ്യാം. ഒരാൾ വരുന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് നിർത്തിയിട്ട് ഉപകാരവും ചെയ്യാം. റേഷൻ കടയാവട്ടെ ഇല്ലേ, വേണ്ടവർക്ക് സാധനങ്ങൾ കൊടുക്കുക. അല്ലാത്ത എന്താ വെച്ചാൽ തിരിമറി ഉണ്ടാവും. അതുകൊണ്ട് ഉപദ്രവിച്ചൂടെ? എത്ര വേണമെങ്കിൽ അതുകൊണ്ട് ഉപകാരവും ചെയ്യാം, ഉപദ്രവവും ചെയ്യാം. അപ്പം നല്ല ആൾക്കാർക്ക് എന്തെങ്കിലും കയ്യിലൊരു കിട്ടിയാൽ, മന്ത്രിസ്ഥാനോ വേറെ എന്ത്, അത് ജനോപകാരത്തിന് ഉപയോഗിക്കും. ദുഷ്ടന്മാർക്ക് അതുകൊണ്ട് എങ്ങനെ ജനങ്ങളെ ഉപദ്രവിക്കാമെന്ന് നോക്കും. ഇത് ത്രിപുരന്മാർ വിമാനം ഏതെങ്കിലും വീട്ടിൻ്റെ മുകളിൽ പോയിട്ട് വീഴുക, ആരുടെയെങ്കിലും ശിരസിൽ പോയിട്ടാണ്ട് വീഴുക, അപ്പോൾ അവർ മരിക്കും. ഇങ്ങനെ എങ്ങനെയൊക്കെ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പറ്റും ഒരു വിമാനം കൊണ്ട് ചെയ്യാവുന്ന ഉപദ്രവങ്ങൾ. ബിൻ ലാദൻ അല്ലേ, പണ്ട് സെപ്റ്റംബർ 11 നമ്മൾ ഒരിക്കലും മറക്കില്ല. വേൾഡ് ടവർ ഇടിച്ചത്. അപ്പോൾ ബിൻലാദന്മാരൊക്കെ പണ്ടും ഉണ്ട്, പുരാണത്തിലുണ്ട് ബിൻലാദന്മാരെ. അപ്പോൾ ഈ വിമാനം കൊണ്ട് എല്ലാവരെയും ഇങ്ങനെ ഉപദ്രവിച്ചതായിട്ടുള്ള സമയത്ത് എങ്ങനെയെങ്കിലും ഇവനെ വധിക്കണം എന്ന് ദേവന്മാരൊക്കെ പാടെ നിശ്ചയിച്ചു. കഥ വേറെ തരത്തിൽ ഒരുപാടൊക്കെ പറയും. എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഒരു ബുദ്ധരൂപത്തിലിരുന്നു എന്നും അസുരന്മാർ ബുദ്ധനെ കണ്ടു, ഭഗവാനാണെന്ന് അറിഞ്ഞില്ല. അപ്പം എന്താണ് അങ്ങിപ്പോൾ ഇവിടെ ഇരിക്കണം ചോദിച്ചപ്പോൾ ഞാൻ മന്ത്രവും തന്ത്രവും അത്യാവശ്യം പഠിപ്പിക്കലുണ്ട്. ഇത് ഭാഗവതത്തിലുള്ളതല്ല കേട്ടോ ഈ കഥ. ഞങ്ങൾക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തരുമോ? പഠിപ്പിച്ചു തരാം. അപ്പോൾ പഠിപ്പിക്കാൻ മാത്രമുള്ള കഴിവുണ്ടോയെന്ന് ആദ്യം അറിയണ്ടേ. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ കാണിച്ചു തരാം. ഈ ആല് ഇപ്പോൾ അങ്ങോട്ട് ഉണക്കിയാലോ? അന്ന് കാണട്ടെ പറഞ്ഞു. ഒരു വെള്ളം തളിച്ചപ്പോൾ ആലാണ്ട് ഉണങ്ങി. വേറെ തുള്ളി വെള്ളം തളിച്ചപ്പോൾ ആല അതേപോലെ തളിർത്തു. അപ്പോൾ ത്രിപുരന്മാർക്ക് മനസ്സിലായി ഇത് ചില്ലറക്കാരൻ സന്യാസിയല്ല. എന്നാൽ ഞങ്ങളെ കുറച്ച് പഠിപ്പിക്കുമോ എന്നായി. പഠിപ്പിക്കാം.
എന്താ വെച്ചാൽ ശിവൻ ഇവരെ കൊല്ലില്ല, കാരണം ഭക്തന്മാരാണ്. പിന്നെ കാരണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞ വ്യവസ്ഥകൾ പാലിച്ചാലേ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുള്ളൂ, ശിഷ്യന്മാരാക്കുള്ളൂ. ആയിക്കോട്ടെ, എന്താച്ചാ പറഞ്ഞോളൂ. ഇവിടുന്ന് ആദ്യം വരേണ്ടത് 3 മന്ത്രവും പിന്നെ ഒരു തന്ത്രവും ഉണ്ട്, അത് പഠിക്കണം എന്ന് പറഞ്ഞു. രാഖ്യന്മാർ പറഞ്ഞതാട്ടോ അത്. എന്താ 3 മന്ത്രം? ബ്രഹ്മാവില്ല പറയൂ, ബ്രഹ്മാവില്ല പറയൂ. ബ്രഹ്മാവ് ഇല്ല, ബ്രഹ്മാവില്ല പറഞ്ഞോ. വിഷ്ണു ഇല്ല, വിഷ്ണു ഇല്ല, അതും പറഞ്ഞു. ശിവൻ ഇല്ല, ശിവൻ അത് പറയാൻ ധൈര്യം പറഞ്ഞ ശിവഭക്ത. ശിവൻ ഇല്ല എന്ന് പറയൂ. ശിവൻ ഉണ്ട് ഇല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ശിവൻ ഇല്ല എന്ന് പറയൂ. ശിവൻ ഇല്ല കട്ടിച്ച് പറഞ്ഞു ഒപ്പിച്ചു. ശിവൻ ഇല്ലല്ലോ, എന്തേ പറഞ്ഞ? ശിവൻ 2-3 പ്രാവശ്യം ശിവൻ എന്ന് പറഞ്ഞിട്ട് അത്ര ശിവൻ ഇല്ല. ഇല്ലല്ലോ, ഉറപ്പായി. ഇതാണ് 3 മന്ത്രം. ഒന്നും കൂടി ആവർത്തിക്കാം, പറയൂ. ബ്രഹ്മാവില്ല, ശിവനില്ല. ശിവൻ എന്ന് പറയുമ്പോൾ ഒരു തപ്പൽ. ബ്രഹ്മാവില്ല, വിഷ്ണു ഇല്ല, ശിവൻ ഇല്ല. ഓ, സമ്മതിച്ചല്ലോ. ഇനി ഒരു തന്ത്രം ഉണ്ട് കേട്ടോ എന്നാണ്. എന്താ തന്ത്രം? തന്ത്രം വേറൊന്നുമില്ല, ഒരു കല്ലെടുക്കുക. ഈ കല്ലെടുത്തിട്ട് ഒരു ശിവലിംഗം കൊടുത്തിട്ട് ഇതിൻ്റെ തലയ്ക്ക് ഇടിക്കണം, എന്നാലേ ഞാൻ മന്ത്രം പറഞ്ഞു തരുള്ളൂ. വാക്ക് കൊടുത്തു പോയില്ലേ, ഒറ്റയടി ശിവലിംഗത്തിൻ്റെ മുകളിൽ. ബ്രഹ്മാവില്ല, വിഷ്ണുവില്ല, ശിവനില്ല, ടീം. ബ്രഹ്മാവില്ല, വിഷ്ണുവില്ല, ശിവനില്ല, ടീം. ശാഖ്യന്മാർ പറയണത് കേട്ടോ. ഈ ഇടി എവിടെ പോയിട്ട് കൊണ്ടതറിയോ? പരമേശ്വരൻ്റെ തലയിൽ. തീയപ്രസംഗികളെ എന്നെ ഭരിച്ചിട്ട് എൻ്റെ നിന്ന് വരം കൈക്കലാക്കിയിട്ട് എൻ്റെ തലയ്ക്ക് ഇടിക്കാറായോ? കുറന്നു തൃക്കണ്ണ ഒരൊറ്റ തുറക്കലതാ ത്രിപുരന്മാർ ഭസ്മായി എന്നാണ് അങ്ങനെ ആ കഥയിൽ അവിടെ പറയുക. ഇവിടെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പറയണത്. വളരെ ചുരുക്കമായിട്ട് എന്ത് ചെയ്തു? ശിവൻ ഇവരെ വധിക്കാൻ തീരുമാനിച്ച് യുദ്ധം ചെയ്യുമ്പോൾ ഇവർക്ക് ആ നഷ്ടപ്പെട്ട ശക്തികൾ മുഴുവൻ തിരിച്ചു കിട്ടാൻ ഒരു അമൃതക്കിണർ ആ വിമാനത്തിൻ്റെ ഉള്ളിലുണ്ട്. ഈ അമൃതം കുടിച്ചാൽ ഇവർക്ക് നഷ്ടപ്പെട്ട കൈകാലുകളോ ശക്തികളെല്ലാം തിരിച്ചു കിട്ടും. ശിവൻ വല്ലാണ്ട കഷ്ടത്തിലായി. എങ്ങനെ ഇപ്പോൾ ഇവരെ വധിക്കുക? താൻ വരമൊക്കെ കൊടുത്ത് ഇവരെ ശക്തരാക്കും ചെയ്തു. അപ്പോൾ വിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണു ആണല്ലോ എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കുക. അങ്ങ് യുദ്ധം ചെയ്തോളൂ, ഇനി അവർ അമൃത് കുടിക്കണ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. ഭഗവാൻ ഒരു പശുവിൻ്റെ രൂപം സ്വീകരിച്ച് ഈ അമൃതക്കിണറിലിറങ്ങി അമൃതം മുഴുവന് കുട്ടിച്ചാണ് തീർത്തു. ഒറ്റ തുള്ളി അസുരന്മാർക്ക് കൊടുത്തില്ല. പിന്നെ ശിവനുണ്ടോ വല്ല വിഷമവും? ഈ അമൃതമാണ് കുഴപ്പമുണ്ടാക്കണതേ. കഴിച്ചതോട് കൂടിയിട്ട് അവരെ അങ്ങോട്ട് ഭസ്മാക്കി. ഇതാണ് മലപ്പുറത്ത് ത്രിപുരാന്തക ക്ഷേത്രം. MSP ക്യാമ്പിൻ്റെ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ത്രിപുരന്മാരെ ദയിപ്പിച്ച ക്ഷേത്രമാണ് ത്രിപുരാന്തക ക്ഷേത്രം. വേറെയുണ്ട് കേട്ടോ, കേരളത്തിൽ ത്രിപുരാന്തക ക്ഷേത്രങ്ങൾ പലതുമുണ്ട്. രൗദ്രമാണ് ദഹിപ്പിച്ചതായിട്ടുള്ള ആ രൂപത്തിൽ എന്നാണ്. അങ്ങനെ അവിടെ പറയണു, ധർമ്മജ്ഞാന വിരക്തി തപോവിദ്യ ക്രിയാദിപി രഥം സൂതം ധ്വജം ബാഹാൻ തനുപത്മശരാദിയസ്. ധർമ്മമാകുന്ന രഥം, ജ്ഞാനമാകുന്ന തേരാളി, അതിൽ വിരക്തിയാകുന്ന ധ്വജം, അതുപോലെ തന്നെ സമ്പത്താകുന്ന ഐശ്വര്യമാകുന്ന വാഹനങ്ങൾ, ഇപ്രകാരം ആ യുദ്ധം ചെയ്തിട്ട് ത്രിപുരന്മാരെ വധിച്ചു എന്നാണ്. സാധാരണ നിലയ്ക്കുള്ള അമ്പോ വില്ലോ വാഹനോ ആയുധോ അല്ല കേട്ടോ അവിടെ പറഞ്ഞത്. ധർമ്മമാകുന്ന രഥം, അതാണ് ധർമ്മജ്ഞാന വിരക്തി തപോവിദ്യാ ക്രിയാദിപി എന്നൊരു വരിയിൽ. താഴത്തെ വരിയിൽ ഇതിൻ്റെയൊക്കെ എങ്ങനെ എടുക്കേണ്ടതാണ്. രഥം സൂതൻ ധ്വജം വാഹാൻ. ധർമ്മമാകുന്ന രഥം, ജ്ഞാനമാകുന്ന സൂതൻ, അങ്ങനെ എടുക്കണം എന്നാണ് പറയുക. അങ്ങനെ ത്രിപുരന്മാരെ വധിക്കുകയും ചെയ്തു. സത്യത്തിൽ എന്താണ് ത്രിപുര ദഹനം കഥ? നമ്മുടെയൊക്കെ കഥ തന്നെയാണ്. പല കഥയും എങ്ങനെയാണല്ലോ ഭാഗവതത്തിൽ വരിക. ഇരുമ്പ്, സ്വർണം, വെള്ളി എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങളാണ്. സാത്വിക ഗുണം, രജോ ഗുണം, തമോ ഗുണം. ഒന്നെങ്കിലോ ഉണർന്നിരിക്കുക, അല്ലച്ച ഉറങ്ങിയിരിക്കുക, തമോ ഗുണം. ഇടയിലുള്ള അവസ്ഥയാണ് സ്വപ്നാവസ്ഥ. അപ്പോൾ സാത്വിക ഗുണത്തിൻ്റെ പ്രതീകമാണ് അത്രേ വെള്ളി കൊണ്ടുള്ള വിമാനം. വെള്ളി വെളുപ്പ് സാത്വിക ഗുണം, മഞ്ഞ സ്വർണം രജോ ഗുണം, പിന്നെ തമോ ഗുണം ഇരുമ്പ് അധമാണ്. ഇതിലിരുന്നിട്ട് തന്നെയാണ് നമ്മളും ലോകത്തിനെ ദ്രോഹിക്കുന്നതാണ്. ഈ 3 ഗുണത്തിലിരിക്കുന്തോറും നമ്മളെ കൊണ്ട് വലിയ ഗുണമൊന്നും ലോകത്തിനുണ്ടാവില്ല. എപ്പോഴാണ് ഗുണം ഉണ്ടാവുക? നിർഗുണാവസ്ഥയിലേക്ക് ഉയരുമ്പോഴും സാത്വികാവസ്ഥയിലേക്ക് ഉയരുമ്പോഴേ നമ്മളെ കൊണ്ട് പരോപകാരം ചെയ്യണം എന്ന തോന്നലുണ്ടാവുള്ളൂ. രജോ ഗുണക്കാർക്ക് സ്വാർത്ഥമാവും, തമോ ഗുണക്കാർക്ക് മടി ആലസ്യവും. അപ്പോൾ ഗുണാതീതന്മാരായിട്ട് ഉയരുക,
അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് എവിടേക്ക് എത്താൻ പറ്റൂ? സ്വാർത്ഥത ഉപേക്ഷിക്കാനും ശരീരം വിട്ട് ഈശ്വരനെ പ്രാപിക്കാനും സാധിക്കുള്ളൂ എന്ന താത്തിയ വശമാണ് കഥയിൽ കൂടെ കാണിച്ചതെന്നും പറഞ്ഞ് ഇനി എന്താണ് കേൾക്കേണ്ടതെന്ന് ധർമ്മപുത്രരോട് ചോദിക്കുകയാണ് നാരദൻ. അപ്പോൾ പറഞ്ഞു, നൃണാം, അതായത് സാധാരണ ആയിട്ടുള്ള ധർമ്മം സനാതനം. പലതരത്തിലുള്ള മനുഷ്യന്മാരുണ്ടല്ലോ, ബ്രാഹ്മണരെ, ക്ഷത്രിയര, വൈശ്യര, ശൂദ്ര, ബ്രഹ്മചാരി, സന്യാസി, വാനപ്രസ്ഥൻ, ഗൃഹസ്ഥൻ, ഇവരൊക്കെ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ധർമ്മങ്ങളെക്കുറിച്ചൊന്ന് കേട്ടാൽ തിരക്കടില്ല എന്ന് പറയാണ്. മനുഷ്യൻ ഈ കയറ് പൊട്ടിയ പട്ടത്തിനെ പോലെ ആകാശത്ത് കൂടെ പറന്നാൽ മതിയോ? ഒരു നിയന്ത്രണവും ഇല്ലാതെ ചാലിക്കൂടെ അല്ലാണ്ട് വെള്ളം ഒഴുകിയാൽ എന്താ ഉണ്ടാവുക? തോന്നിയ പോലെയൊക്കെ ആവും, ആർക്കും വരികില്ല അല്ലേ? അപ്പോൾ അതിന് പകരം ഒരു പ്രത്യേക വിധത്തിൽ അതിനെ ക്രമീകരിക്കുക. എങ്ങനെയൊക്കെ വേണം, എന്തൊക്കെ വേണം, ചില നിയമങ്ങളൊക്കെ ഒരു മനുഷ്യൻ ആയിട്ട് ജീവിക്കുമ്പോൾ വേണം എന്നതിന് വേണ്ടിയിട്ടാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നീ 4 വർണ്ണങ്ങളെയും ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി എന്നീ 4 ഘട്ടങ്ങളാണ് ജീവിതത്തിലത്തെ. ഒന്ന് കഴിഞ്ഞിട്ടാണ് മറ്റത്. ആശ്രമാത് ആശ്രമം ഗച്ഛേത്. അപ്പം അതിൽ എല്ലാ വർണ്ണങ്ങൾക്കും പറ്റിയൊക്കെ അറിയാം. ആദ്യം പറയാം. ബ്രാഹ്മണനാവട്ടെ, ക്ഷത്രിയനാവട്ടെ, വൈശ്യനാവട്ടെ, അത് പിന്നെയല്ലേ ഒരു മനുഷ്യനായാൽ അനുഷ്ഠിക്കേണ്ട എല്ലാവർക്കും ബാധകമായ വേർതിരിവ് നോക്കണ്ടാത്തതായ ധർമ്മം ആദ്യം കേട്ടോളൂ. അതെന്താണത്? ഇവിടെ പറഞ്ഞു, സത്യം, ദയ, തപൻ, ചൗചം, തിതിക്ഷ, ശമം, ദമ. ഇവിടെ ഒരു 3, 2, 5, 2, 7 ഗുണം ആദ്യം ശ്ലോകത്തിലത്തെ വരിയിൽ പറഞ്ഞിരിക്കുകയാണ്. അടുത്ത സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം സദാ ത്രായതേ ഇതി സത്യ, എപ്പോഴും നിലനിൽക്കുന്നതാണ് സത്യം. ആ സത്യത്തിൻ്റെ ഭാഗം തന്നെയാണ് സാധാരണ നിലയ്ക്ക് നമ്മൾ പറയരുത് എന്ന് വിചാരിക്കുന്ന ചില നുണകളും. ഇതെന്താ ഈ പറയണത്? നുണ സത്യത്തിൻ്റെ ഭാഗമോ? അതെ, ചില അസത്യം സത്യത്തിന് തുല്യമാവും. ഒരു സ്ത്രീയുടെ വിവാഹം സന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു നുണ പറഞ്ഞാൽ അത് അസത്യമല്ല എന്നാണ് സാധാരണ. അസുരനീതിയാണെന്നൊക്കെ പറയും, നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ. അപ്പം അത് തെറ്റല്ല എന്നാണ്. സ്ത്രീകളോട് തമാശ പറയുമ്പോൾ ഇല്ലാത്ത കാര്യം ഉണ്ടെന്നുള്ള കാര്യം ഇല്ല എന്ന് പറഞ്ഞാലും അത് അസത്യത്തിൻ്റെ ഫോഴ്സ് അതിനില്ല. ഒരു സത്യം പറഞ്ഞാൽ അതുകൊണ്ട് അപകടം മാത്രമേ ഉണ്ടാവുള്ളൂ വെച്ചാൽ അസത്യം പറയാതിരിക്കുകയല്ലേ നല്ലത്. ഈ വേറൊരു അസത്യം പറഞ്ഞു എന്തെങ്കിലും ഗുണേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ദോഷവും ഇല്ല, തനിക്കൊരു സ്വാർത്ഥം നേടാനുമില്ല, അത്തരം ഒരു സത്യം പറയാം എന്നാണ്. അത് സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല. ഉള്ളത് മുഴുവൻ പറഞ്ഞോളണം എന്നും ഇല്ല. പറയണത് സത്യമേ ആവാവൂന്നേ ഉള്ളൂ. എല്ലാ സത്യവും വിളിച്ച് പറഞ്ഞോളണമെന്ന് നിർബന്ധമില്ല, അത് സത്യമല്ല. കാരണം സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാൻ ന ബ്രൂയാത് സത്യം അപ്രിയം. സത്യം പറയണം, അത് കേൾക്കണവർക്ക് ഹിതമാവണം. ഒരിക്കലും ഹിതമല്ലാത്ത സത്യം മുഖത്ത് നോക്കി പറയണമെന്നില്ല. കഷ്ടകാലത്ത് ചില ആൾക്കാരുടെ മുഖം മരഞ്ചാടികളെ പോലെയാണെന്ന് കൂട്ടുക. ചില ആൾക്കാരുണ്ടാവില്ലേ അങ്ങനെ. നിങ്ങളുടെ മുഖം കണ്ടാൽ തോന്നിട്ടോ നിങ്ങൾ ഹനുമാൻ്റെ ഭക്തനാണ് പറയാൻ പോണോ? അപ്പോൾ ആ സത്യം പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പറഞ്ഞാലോ അയാൾ ലോകിയായി. അപ്പം അത്തരം ഒരു ഗുണമില്ലാത്ത സത്യത്തെ മൂടി വയ്ക്കുക, അത് കഴിയണതും പറയാതിരിക്കുക. 70 വയസ്സ് കഴിഞ്ഞിട്ട് തൻ്റെ ഭാര്യ പല്ലൊക്കെ പോയി കവിളൊട്ടി കുളിയും കഴിഞ്ഞ് സുഖമായിട്ടിങ്ങനെ വരുമ്പോൾ പറയുകയാണ്, അതേ ആദ്യം തന്നെ കണ്ട പോലെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ട പോലെ ഉണ്ടാവും 70 കൊല്ലം കഴിഞ്ഞാൽ. ഇല്ലയാണെന്ന് നമുക്കറിയാം, പക്ഷേ എങ്കിലും സന്തോഷമായി ഇല്ലേ? പിറന്നാളിന് ഇനി എന്തൊക്കെ ഉണ്ടാക്കേണ്ടത്? വേഗം ചോദ്യം വരും. അപ്പം അത്തരം അസത്യങ്ങളെ കൊണ്ട് കുഴപ്പമില്ല. അതൊരു അസത്യമാണ് പറഞ്ഞത് എന്ന ദോഷം അതിനില്ല. ഗുണം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതൊക്കെ സത്യത്തിൻ്റെ ഭാഗമാണ്. ഒരു നിലയ്ക്കും ഗുണമില്ലാത്ത സത്യങ്ങൾ പറയരുത്. ഇനിയാണ് ദയ. അത് നമുക്കറിയാം, നമ്മളാലൊരു ഗുണം ഒരാൾക്ക് കിട്ടുമെങ്കിൽ അത് ചെയ്യുന്നതിനാണ് ദയ എന്ന് പറയുക. മടിക്കണ്ട. തപസ്, ശരീരം കൊണ്ട് കുറച്ച് കഷ്ടപ്പെടുക. ഈശ്വര ഭാവത്തിലെത്താൻ വേണ്ടിയിട്ടും ഈ ശരീരം ക്ലേശം അനുഭവിക്കുക എന്നുള്ളത് ലേശം ഇതുകൊണ്ട് ചെയ്യണം. തപോദിവ്യം പുത്രകാ എത്ര സത്യം ശുദ്ധേ തസ്മാ ബ്രഹ്മസൗഖ്യം ധനന്തം ഋഷഭദേവനും കൂടി പറഞ്ഞു കൊടുത്തതാണ്. ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അത് ഏത് ലക്ഷ്യമായിക്കോട്ടെ.
ലൗകികമായിട്ടുള്ള ലക്ഷ്യമാണെങ്കിലും ആത്മീയമായിട്ടുള്ള ലക്ഷ്യമാണെങ്കിലും ആരാണോ കഷ്ടപ്പെടാൻ തയ്യാറുള്ളത് അവർക്കേ ലക്ഷ്യം കിട്ടുള്ളൂ, നേട്ടങ്ങൾ ഉണ്ടാക്കുള്ളൂ. പ്രധാന നേട്ടങ്ങളുടെ പിന്നിലെല്ലാം പരിശ്രമവും ക്ലേശവും ഉണ്ടാവും. അലസന്മാർക്ക് നേട്ടം ഇല്ല. ശൗചം, ബാഹ്യമായിട്ടും ആന്തരമായിട്ടും ശുചിത്വം പാലിക്കുക. കുളി മുതലായിട്ടതിൽ കൂടിയിട്ട് 2 നേരം കുളിക്കണം, 3 നേരം കുളിക്കണം എന്നാണ് പണ്ട്. 2 നേരമെങ്കിലും ദേഹശുദ്ധി വരുത്തണം, കുളിക്കണം. അത് ബാഹ്യശുദ്ധി. ആന്തരമായിട്ട് കാമക്രോധാദികളെ ജയിക്കുക, ആരോടും ശത്രുത വെച്ച് പുലർത്താതിരിക്കുക. ഇതൊക്കെ ബാഹ്യാഭ്യന്തര ശുദ്ധി എല്ലാവർക്കും വേണ്ടതാണ്. അവിടെ ഈശ്വരൻ ഉണ്ടാവുള്ളൂ. തിദീക്ഷ, തനിക്ക് വിപരീതമായി വരുന്നതിനെ കൂടി സഹിക്കുക. അനുകൂലമായ വസ്തുക്കളിലോ അനുകൂലമായ സാഹചര്യങ്ങളിൽ മാത്രം നമ്മൾ ശാന്തരായ പോരാ. ഇത് ശാന്ത സ്വഭാവം കണ്ടു എന്നിങ്ങനെ പറയും. എന്തെങ്കിലും ഒന്ന് അയാൾ വിചാരിച്ചതിന് വിപരീതമായി നോക്കണ്ടേ, അയാളുടെ യഥാർത്ഥ ചിത്രം അറിയണമെങ്കിൽ. ഈ രൂപമൊന്നും ആവില്ല. അപ്പോൾ അത് തിദിക്ഷ എന്ന് പറയാൻ പറ്റില്ല. അതിന് ഉദാഹരണമാണ് രാമൻ. എത്ര അശുഭമായിട്ടുള്ള വാർത്തയാണ് കേട്ടത്. കാട്ടിലേക്ക് പോകണം എന്നും പട്ടാഭിഷേകം മുടക്കും. ഒരു ചഞ്ചലിപ്പ് മുഖത്തുണ്ടായോ? അതാണ് നല്ലത് വരുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒരു ഭാവത്തിലെത്തുന്നതിനെയാണ് നമ്മൾ തിദിക്ഷ. നല്ലത് വന്നാലും സഹിക്കുക, ചീത്ത വന്നാലും അതേപോലെ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുക. ഒരു ഭാവഭേദവും ഇല്ലായ്മയ്ക്ക് നമ്മൾ തിദിക്ഷ എന്ന് പറയും. ചൂടുണ്ടെങ്കിലും തണുപ്പുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഒരേപോലെ സഹനശക്തി, ദ്വൈതഭാവത്തിന് അതീതമായിട്ട് നിൽക്കാൻ സാധിക്കുക. സുഖദുഃഖങ്ങളിൽ സന്തോഷിക്കുകയോ വാവിട്ട് കരയുകയോ ചെയ്യാതെ ഇരിക്കുന്നതിന് മൊത്തം തിദിക്ഷ. ശമം, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക. അധികവും ഇന്ദ്രിയങ്ങൾ പറഞ്ഞതിനനുസരിച്ചിട്ട് പോവരുത്. നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണത്തിലാവണം അവ, അല്ലാണ്ട് അവ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ ചെയ്യരുത്. ദമം, ഇന്ദ്രിയങ്ങളെ അടിമപ്പെടാതിരിക്കുക. ശമം, മനസ്സിൻ്റെ ശാന്താവസ്ഥ എന്ന് പറയും. മനസ്സ് ശാന്തമായിട്ടുള്ള അവസ്ഥയിൽ എപ്പോഴും നിൽക്കുക. ദമം, ഇന്ദ്രിയ നിഗ്രഹം നടത്തുക. പിന്നെ പറഞ്ഞു അഹിംസ, ബ്രഹ്മചര്യഞ്ച, ത്യാഗ, സ്വാധ്യായ, ആർജവം. യാതൊരു ജീവികളെയും വധിക്കാതിരിക്കുക. ഒരു പോറൽ പോലും ആരെയും ഏൽപ്പിക്കേണ്ട എന്നുള്ളതല്ല കേട്ടോ അഹിംസ. നേരത്തെ ഒരിക്കലും ഞാൻ പറയുണ്ടായി. അഹിംസ എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കേണ്ട, ഒരു കാര്യമില്ലാണ്ട് വേദനിപ്പിക്കാതിരിക്കുക. വെറുതെ ഒരു ജീവിയെ ഹിംസിക്കാണ്ടിരിക്കുക. വേണ്ടി വന്നാൽ ഹിംസിക്കേണ്ടി വരും. ഒരു സിംഹത്തിനെ അല്ലെങ്കിൽ കാട്ടുമൃഗത്തിനെ വെടിവെച്ച് കൊന്നാൽ അത് അഹിംസ തന്നെയാണ്, ഹിംസയല്ല. കാരണം അതിനെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ഒരുപാട് ഹിംസയ്ക്ക് സാക്ഷ്യം വഹിക്കും. അതിനുവേണ്ടി അവർ ശ്രമിക്കും, അത് ചെയ്യും. അതിനുവേണ്ടി അതിനെ വെറുതെ വിട്ടാൽ അനവധി ഹിംസയ്ക്ക് അത് മാർഗമാവും, വഴിവെക്കും. അപ്പം അത് അഹിംസയല്ല, അതിന് കൊല്ലുന്ന വേണം. അഹിംസ, ബ്രഹ്മചര്യം, മനസ്സുകൊണ്ട് ഈശ്വരഭാവത്തിൽ വർത്തിക്കുന്നതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുക. മനസ്സാണ് ശുദ്ധമാവേണ്ടത്. ശരീരം കൊണ്ട് ഒരു കാരണവശാലും ത്രിതംഗം ചെയ്യാണ്ടിരിക്കലല്ല ബ്രഹ്മചര്യം. അത് തെറ്റിദ്ധരിക്കില്ല പലരും. ഒരു ഗൃഹസ്ഥന സ്വപത്നിയിലുള്ളതായ ബ്രഹ്മചര്യ ലംഘനം ബ്രഹ്മചര്യത്തിന് തുല്യം തന്നെയാണ്. കാരണം അവന് വേറെ സ്ത്രീയിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. സ്വന്തം പത്നിയിൽ തൽപരനായിരിക്കുന്ന ഒരാൾ വേറെ സ്ത്രീകളിൽ ആകൃഷ്ടനാവില്ല. അതുകൊണ്ട് ആ താല്പര്യം നല്ലതായിട്ടാണ് ശാസ്ത്രം പറയുന്നത്. അതില്ലെങ്കിൽ അത്രയും അധർമ്മാവുക. അപ്പം അത് ശരീരബന്ധമല്ല ബ്രഹ്മചര്യം, മനസ്സാണ്. പിന്നെ ത്യാഗം, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാവുക. നമ്മുടെ കാര്യം മാത്രം നടന്നാൽ പോരാ, ഒരു സുഖമെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കുക, അതാണ് ത്യാഗം. സ്വാധ്യായം, ഗീത, ഭാഗവതാദികളൊക്കെ നമ്മൾ കുറച്ച് വായിക്കുക ഒരു ദിവസം. അപ്പോൾ അത് മനസ്സത് കൂടെ പോകുമ്പോൾ കുറേ നല്ല കാര്യങ്ങൾ നമ്മൾ ഓർക്കും. ആർജവം, ഉള്ളിലുള്ളതും പുറത്ത് ഒരേപോലെ കാട്ടുക. ഉള്ളിലും ദേഷ്യമായിട്ട് പുറത്തേക്ക് നല്ല വാക്ക് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളെ കാണണമെന്ന് വിചാരിച്ച് കുറേ ദിവസമായിട്ട് സന്തോഷമായി, ഇന്നത്തെ ദിവസം തന്നെ അവലായി. അങ്ങോട്ട് തിരിഞ്ഞാൽ പറയും മഹാഭാവി എന്ന് കണ്ടതുകൊണ്ട് ഇനി എന്തൊക്കെ ഉണ്ടാവുകയാണോ? മുഖം കണ്ടാൽ വെള്ളം കിട്ടില്ല എന്നാണ് തിരിഞ്ഞാൽ പറയുക. കണ്ടപ്പോഴോ നിങ്ങളെപ്പോലെ കണ്ടതുകൊണ്ട് എത്ര സന്തോഷം. അപ്പോൾ അത് പാടില്ല. ഉള്ളിലും നല്ല ഭാവം വയ്ക്കുക, പുറത്തേക്കും നല്ല ഭാവം വയ്ക്കുക. അതിലാണ് ആർജവം. കിട്ടിയതുകൊണ്ട് സന്തോഷിക്കില്ല, സന്തോഷ. പോരാ 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 ദുഃഖിക്കുക. തൻ്റെ സ്ഥിതി ഓർത്ത് ദുഃഖിച്ച് വേറൊരാളെ നോക്കിയിട്ട് നമ്മളെപ്പോഴും പോരാ, ഈശ്വരൻ എന്നെ ഇങ്ങനെയാക്കിയില്ലേ. നല്ലത് കാണുക. നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ തന്നു, ഇതില്ലാത്തവരെത്രയുണ്ട്? മെഡിക്കൽ കോളേജിൽ നിന്ന് പോയി നോക്കൂ. അവിടെ മുഴ, ഇവിടെ മുഴ, ക്യാൻസർ, വേറൊന്ന്, ആ രോഗം, ഈ രോഗം.
അതൊക്കെ തന്നിട്ടില്ലെങ്കിൽ തന്നെ ഭഗവാൻ നമുക്ക് മഹാഭാഗ്യമാണ് തന്നത് എന്ന് കാണണ്ടേ? അത് കാണും, രോഗം വന്നാൽ കാണാം. ഇപ്പോഴത്തെ ഭാഗ്യം തീർച്ചയായിട്ടും നമ്മൾ തന്നെ സമ്മതിക്കും. അപ്പോൾ അതുകൊണ്ട് സന്തോഷം കിട്ടിയതുകൊണ്ട് സന്തോഷിക്കുക, വേദന കൊണ്ട് നിലവിളിക്കാൻ ഇടവരരുതേ ഭഗവാനെ എന്ന് മാത്രം വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. അതും ചിലപ്പോൾ യോഗം ഉണ്ടെങ്കിൽ നമുക്ക് വരും. സമഭാവനയിൽ എല്ലാവരോടും കാണുക, സമതൃക്ക്. ഗ്രാമ്യ സംഭവങ്ങളിൽ അധികം ഭ്രമിക്കാതിരിക്കുക. ഷീട്ട് കളി അല്ലേ, അങ്ങനെയുള്ള ഷീട്ട് കളി, ഗോട്ടികളി, ഓൺലൈൻ റമ്മി, ഇപ്പോൾ പലതും ഉണ്ടല്ലോ, ഗെയിം കളിക്കുക, അതുകൊണ്ട് കാശുണ്ടാക്കുമ്പോൾ അത് തെറ്റായിട്ട് വരുന്നു. സേവ, എല്ലാവർക്കും സാധിക്കുന്ന ഉപകാരങ്ങൾ നമ്മളോട് ചെയ്യുക. വിപര്യയേകേക്ഷ, നമ്മൾ വിചാരിച്ചതിലപ്പുറം വരും എന്ന്. എക്സ്പെക്റ്റ് ദി അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ. നമ്മളെന്താണോ അനഭിലഷണീയമായത് അത് തന്നെ വരും എന്ന് വിചാരിക്കുക. വിപര്യയേകേക്ഷ എന്നതിനാണ് പറയുക. ഒക്കെ നമ്മൾ വിചാരിച്ചതാണോ ലോകത്തിൽ വരിക? അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് കണക്കാക്കുക. ഞെട്ടണ്ട, എന്തെങ്കിലും വന്നാൽ ഞെട്ടണ്ട. പിന്നെ അധികം സംസാരിക്കാതിരിക്കലാണ് മൗനം. നല്ലവണ്ണം എനർജി പോകുന്ന ഒന്നാണത്രേ ഈ മൗനം. ഞാൻ ഇപ്പോൾ ഈ 2-3 പ്രാവശ്യം ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ക്ഷീണമെന്നറിയോ? പക്ഷെ ഭഗവാന്റെ കഥ ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും നടക്കണു, അല്ലാണ്ട് ഒട്ടും നടക്കില്ല. അത്ര ആരോഗ്യമൊന്നുമുള്ള ആളല്ല ഞാൻ. രാവിലെ നാമം ചെല്ലാൻ തന്നെ ഇപ്പോൾ ക്ഷീണമാവണു. അതൊരു ശബ്ദം എടുക്കണം, ഇതിന് ശബ്ദം എടുക്കണം, എന്നിട്ട് പിന്നെ മിണ്ടാണ്ട് കിടക്കാനേ പറ്റും എവിടേക്കുമ്പോൾ. അപ്പം നല്ല പോലെ സത്സംഗം ആയതുകൊണ്ട് ആ എനർജി നമുക്ക് പുനഃസ്ഥാപിക്കപ്പെടും എന്നാണ് പറയുക. ഈശ്വരമാർഗമായിട്ട് ശബ്ദം ഉണ്ടാക്കാം എന്നാണ്. മൗനവ്രതത്തിലും കൂടി സത്സംഗത്തിന് വേണ്ടി സംസാരിക്കാം എന്നുണ്ട്. അത് മൗനവ്രത ഭംഗമല്ല അത്രേ. അപ്പം അതിൽ നിന്നൊരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നടക്കണേ ഉള്ളൂ. എത്ര ശബ്ദമാണ് പോകുന്നത്. തെങ്ങാനും തെറ്റി രണ്ടാമത് റെക്കോർഡ് ചെയ്യേണ്ടി വന്നാലുള്ളൊരു വിഷമം എത്രയാണെന്നറിയോ? ഈ പറഞ്ഞതൊക്കെ രണ്ടാമത് പറയുക. അപ്പം മൗനം, നമ്മുടെ ശബ്ദം അധികം ചിലവാക്കരുത്. ഈശ്വര കാര്യങ്ങൾക്കോ നാമജപങ്ങൾക്കോ ചിലവാക്കാം. പിന്നെ ആത്മവിമർശനം, തന്നെ വിമർശിക്കാൻ നോക്കുക. വേറൊരാളെ വിമർശിക്കാനാണ് നമുക്ക് അധികം താല്പര്യം അല്ലേ? അയാളെ ഇങ്ങനെ ചെയ്യണു, അയാൾ എന്ത് കാട്ടണു, എന്ത് പറയണു. പകരം നമ്മൾ ഇന്നത്തെ പ്രവൃത്തികൾ ആർക്കൊക്കെ മനോവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും നാളെ മുതൽക്ക് ഞാനൊന്ന് കുറച്ച് ശ്രദ്ധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സ്വയം വിമർശിക്കുന്നതിനെയാണ് ആത്മവിമർശനം. ഒന്ന് നോക്കുക, ആരെങ്കിലും ചെയ്യാറുണ്ടോ? പിന്നെ അന്നാദ്യാദ്യേ സംവിഭാഗവും, കുറച്ച് ഭക്ഷണം ആർക്കെങ്കിലും കൊടുക്കുക, എന്നിട്ട് കഴിക്കുക. കാക്കയ്ക്ക് ചോറ് കൊടുക്കുക, ശുദ്ധമായിട്ടുള്ള ചോറ് കൊടുക്കണം കേട്ടോ. കാക്ക അല്ലാണ്ട് നമ്മൾ ഇച്ചിൽ ബാക്കിയുള്ളത് കൊടുക്കുക എന്നല്ല. അങ്ങനെയുള്ളത് ഭക്ഷണം കൊടുക്കാൻ ശീലിക്കുക. ഭക്ഷണം മറ്റൊരാൾ കഴിക്കണ കണ്ട് ആനന്ദിക്കാൻ ശീലിക്കുക. അത് നല്ലൊരു സ്വഭാവമാണ്. ജീവജാലങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് ഭൂതയജ്ഞം എന്ന വിഭാഗത്തിലാണ് പെടുക. അതുപോലെ ശ്രവണം കീർത്തനം ജാസ്യത് മരണം മഗതാംഗതേ, ഭഗവാന്റെ കഥകൾ ഇതാ ഇപ്പം ചെയ്യണ പോലെ ലേശ സമയം അതിന് നീക്കി വയ്ക്കുക. ഈ കാര്യങ്ങളൊക്കെ അത് കൂടെ കിട്ടുന്നു നമുക്ക്. വെറും കഥകളല്ലല്ലോ അത്, കാര്യപ്പെട്ട സംഗതികളാണ് അത് കൂടെ വരുന്നത്. സീരിയൽ കാണണോ, സിനിമ കാണണോ, നാടകം കാണണോ പോലെയല്ല. അതപ്പം കിട്ടും, ഇത്രയേ ഉള്ളൂ. അപ്പം വിടാനുള്ളതേ ഉള്ളൂ, കണ്ട് തള്ളാനുള്ളതേ ഉള്ളൂ. ഇതോ കണ്ട് കൊള്ളാനുള്ളതാണുള്ളത്. അപ്പം അതുകൊണ്ട് ശ്രവണം, കീർത്തനം, ശാസ്ത്രസ്മരണം, മഗതാം ഗതേ, കഴിയണ പോലെ ഈശ്വരനെ കീർത്തിക്കുക. പിന്നെയോ ദാസ്യം, ഭഗവാൻ ശാസ്ത്രാദികൾ പറഞ്ഞിട്ടുള്ളത് ചെയ്യുക. ആത്മസമർപ്പണം, തന്നെ തന്നെ ഭഗവാന് സമർപ്പിക്കുക. എന്തെനിക്ക് വന്നാലും നല്ലതായാലും ചീത്തയായാലും ഭഗവത് പ്രസാദമായിട്ട് എടുക്കുക. അതിനെ ആക്ഷേപിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ 30 ലക്ഷണവാൻ രാജൻ സർവാത്മാ ഏന തുഷ്യതി. ഈ 30 ഗുണങ്ങൾ മനുഷ്യനുണ്ടെങ്കിൽ അവനെ കൊണ്ട് നടത്തേണ്ട ബാധ്യത ഭഗവാനെ ഏറ്റോളുന്നതാണ്. ചിന്തിക്കണ്ട, എങ്ങനെ കഴിയും എന്ന ചിന്ത വേണ്ട എന്നാണ്. ഈ 30 ഗുണങ്ങളെ കൊണ്ട് നമുക്ക് ഈശ്വരന് സമർപ്പിക്കാൻ പറ്റും. അവസാനമാണ് ആത്മസമർപ്പണം. ഭഗവാനിലാണ് സമർപ്പിച്ച് കഴിഞ്ഞാൽ അവനെ കൊണ്ട് നടത്തേണ്ട ബാധ്യത ഭഗവാനാണ്. പിന്നെ നമ്മൾ വേവലാതിപ്പെടേണ്ട, എങ്ങനെ ജീവിക്കും, എങ്ങനെ കിട്ടും, എന്ത് കിട്ടും, അതിനൊരു വഴി ഭഗവാൻ ഉണ്ടാക്കും എന്നാണ്. ഈ സാമാന്യധർമ്മങ്ങൾ എല്ലാവർക്കും അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് എന്ന് പറഞ്ഞ് ഇനി സ്ത്രീധർമ്മമാണ് അടുത്തൊരു ഭാഗത്ത് പറയാൻ പോണത്. പിന്നെ ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, ഗൃഹസ്ഥൻ മുതലായിട്ടുള്ളവരുടെയും ബ്രാഹ്മണ, ക്ഷത്രിയ, ശൂദ്രന്മാർ വർണ്ണങ്ങളുടെയും ധർമ്മത്തെ വിസ്തരിച്ചിട്ട് ഓരോന്നായിട്ട് പറയുകയാണ്. തുടർന്നുള്ള ഭാഗത്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ കഥകൾ പറയണതിന് പകരം ഇപ്പം ഇതിങ്ങനെ അല്ലേ ഒരു മുഷിപ്പൻ വിഷയം എന്നൊക്കെ ചിലർക്ക് തോന്നും. മുഷിപ്പനല്ല, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കായേന വാചാ മനസേന്ദ്രിയർവാദ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാ കരോതി യത്യർത്ഥകലം പരസ്മൈ
നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.